ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു സവാള, പിന്നെ വേണ്ടത് 3 തക്കാളി, 3 ചെറിയ തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പുതിനയില ആൻഡ് ലാസ്റ്റ് മല്ലിയില. അപ്പോൾ ഈ 4 ഐറ്റംസ് നമുക്കിത് ഉണ്ടാക്കാൻ വേണം. അപ്പോൾ ഫസ്റ്റ് ആസ് യൂഷ്വൽ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ കുക്കർ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം എണ്ണ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ആഡ് ചെയ്തു. എൻ്റെ എണ്ണ കുറച്ച് കട്ടയായിപ്പോയി എ സിയിലിരുന്നിട്ട്. അപ്പോൾ എണ്ണ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പെരുംജീരകം അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പെരുംജീരകം ചെറിയ രീതിക്ക് ഒന്ന് ചൂടായിട്ട് വരണം ഈ ഒരു പരുവത്തിൽ. അതിനുശേഷം നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചിങ്ങനെ ഞെരടിയിട്ട് ആഡ് ചെയ്താൽ സോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഇളക്കി കൊടുക്കണം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നോർമലായിട്ട് ചതയ്ക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ആഡ് ചെയ്യുക. ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. തക്കാളി കുറച്ച് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ചൂടുവെള്ളം ആണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ടത് മൂടി വയ്ക്കുക. പാത്രം തുറന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എനിക്ക് ഈ ഡബ്ബ ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി പൊടികളിടാൻ. ഞാൻ ഇതിൻ്റെ ലിങ്ക് മേലെ ടാഗ് ചെയ്യാം. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്. അപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി ആദ്യം ആഡ് ചെയ്യുക, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കുറച്ച്, പിന്നെ അത്യാവശ്യം മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല വേണേലും യൂസ് ചെയ്യാം. ഇവിടെ ചെന്നൈയിൽ കൂടുതൽ അവൈലബിൾ ഈ ആച്ചിയുടെ ബിരിയാണി മസാലയാണ്. അത് അത്യാവശ്യം ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് കൂടെ ആഡ് ചെയ്യുക. ഈ പൊടികൾ ആഡ് ചെയ്യുന്ന സമയത്ത് കരിഞ്ഞു പോണ അനുഭവം എനിക്കുള്ളതുകൊണ്ട് എപ്പോഴും അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്തിട്ട് ഓൺ ചെയ്യും. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യും. അതാണ് ഞാൻ യൂഷ്വലി ചെയ്യുക. അപ്പോൾ അതെല്ലാം ചെയ്തു. പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. ഇത് ശരിക്കും ഒരു ബിരിയാണി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഞാൻ ഓൾറെഡി കഴുകി വെച്ച അരി, 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾറെഡി കഴുകി വെച്ച അരി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കണക്ക്. അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. എന്നാൽ മാത്രമേ നമ്മൾ കുക്കായി കഴിയുമ്പോൾ ടേസ്റ്റ് നല്ല രീതിയിൽ വരുള്ളൂ. എന്നിട്ട് കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ കുക്കർ ക്ലോസ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ ആ കുക്കറിൻ്റെ മേലെയുള്ള ആ ഒരു ഹോളില്ലേ, അവിടെ സ്റ്റീം വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്റ്റീം വന്നതിന് ശേഷം നമ്മൾ വിസിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് 10 മിനിറ്റ്സ് ആവുമ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാണ്. അപ്പോൾ അതാ ഇവിടെ നല്ല ചൂട് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓംലെറ്റിൻ്റെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.